മകനെ എന്താ സംഭവിച്ചത് ശരിക്കും? കോട്ടക്കലായിരുന്നല്ലോ അല്ലേ രാജ? അതെ. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു റീല് വൈറലായി. അപ്പോൾ അതിൽ എൻ്റെ മകൻ്റെ ഫ്രണ്ട്സും മക്കളുമാണ് ഉള്ളത്. അപ്പോൾ അവരാണ് ഇത് അടി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും മുണ്ടുന്നില്ല. അതായത് ഈ പിന്നെ രക്ഷിതാക്കളാരും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ റെഡിയല്ല. അപ്പോൾ ഞാൻ പരാതി കൊടുത്തു. പക്ഷെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഇതിനെ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരുപാട് പരിമിതികൾ ഡിപ്പാർട്ട്മെന്റ് പോലീസിനുണ്ട്. പരിമിതിയുണ്ട്. ഉണ്ട്. കാരണം രാഷ്ട്രീയമില്ലല്ലോ. രാഷ്ട്രീയമല്ല. കാരണം സ്കൂളുകൾ തമ്മിലുള്ള ഇതാണ്. ഇത് സ്പോർട്സ് നടക്കുന്ന സമയത്ത് ഒരു സ്കൂൾ ജയിക്കും, മറ്റേ സ്കൂള് തോൽക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ. അപ്പോ അതില് നിരുത്സാഹപ്പെടുത്താൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നില്ലേ? ഇല്ല. അതിന് കാരണം ഇത് പുറത്തു വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പൊ പുറത്തു വെച്ച് സംഭവിക്കുമ്പോൾ ഈ മാനേജ്മെന്റുകൾ പിന്നെ പുറത്തുള്ള സംഭവങ്ങൾക്ക് ഞങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ്. ഞങ്ങളെ സ്കൂള് അതിന് റെഡിയായിരുന്നു. പക്ഷെ എതിരെ ഭാഗത്തുള്ള സ്കൂള് അതിന് റെഡി ആയില്ല. കുട്ടി കാര്യമായി പരിക്കുണ്ടായിരുന്നു? എൻ്റെ കുട്ടിക്കല്ല കൂടുതൽ പരിക്കുണ്ടായിരുന്നത്, വേറെ കുട്ടികൾക്കാണ്. 3 കുട്ടികൾക്കാണ് ഉണ്ടായിരുന്നത്. എൻ്റെ കുട്ടിക്ക് ഇവിടെ ചെവിക്ക് ഒരു മുറി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം അവന്റെ ഒരു അവസ്ഥ എങ്ങനെയാ? അവൻ കുഴപ്പമൊന്നുമില്ല, സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. ഈ അക്രമകാരികളായ വിദ്യാർത്ഥികൾക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ വന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസ് പറയുന്ന അവർക്ക് പരിമിതികളുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി അന്വേഷിക്കും. സ്കൂളിൽ നടപടി ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത്. പോലീസ് സ്കൂളിൽ നിന്ന് ഇവര് ഇതിനുള്ള ടൈം കണ്ടെത്തിയിട്ടുള്ളത് ഹോൾ ടിക്കറ്റ് വരെ കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷമാണ്. ഹോൾ ടിക്കറ്റ് വരെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഇതിന് ഉള്ള സമയം അവർ കൈയിടുക. അപ്പോൾ അധ്യാപകർക്ക് അത് പിന്നെ സ്കൂളിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. ഈ റീൽസ് ഇട്ടത്, റീൽസ് വൈറലായത്, അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. പക്ഷെ അവർ ഈ കാര്യത്തിൽ ഇടപെടാൻ മടിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.